CSIR പേപ്പറിന്റെ ചോർച്ച, ഗുജറാത്തിലെ PSC പരീക്ഷയുടെ ചോർച്ച, മധ്യപ്രദേശിലെ വ്യാപം അഴിമതി, ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച നേതാക്കളെ സൃഷ്ടിച്ചിരിക്കുന്ന RSS കുടുംബത്തിൽ നിന്നൊരാളെ സർവകലാശാലയുടെ തലപ്പത്ത് കൊണ്ടിരുത്താനുള്ള നീക്കം കേരളം പൊറുക്കണമോ എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. നീറ്റ് അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ആരാണ് പേപ്പർ ചോർത്തിയത്, ആരാണ് അതിന്റെ കുറ്റവാളികൾ, അതെല്ലാം കേസെടുത്ത് CBI കേസെടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പ്രതികൾ അറസ്റ്റിലായിരിക്കുകയല്ലേ. ശ്രീ മുസ്തഫയെ പോലുള്ള ആളുകൾ കേരളത്തിലെ PSCയിൽ പരീക്ഷ എഴുതിയപ്പോൾ 0 മാർക്ക് കിട്ടിയ ആളുകൾ 1ാം റാങ്കിൽ വന്നതിനെ കുറിച്ച് എന്താ പറയാത്തത്? സർവകലാശാലയുടെ നിലവാരം ഉയർത്തി അത് അക്രഡിറ്റ് ചെയ്യപ്പെട്ടു. ആരെ അക്രഡിറ്റ് ചെയ്ത്? ശ്രീ അരുൺ ചോദിച്ചതുപോലെ ദേശീയ ഏജൻസികൾ VPP മുസ്തഫ, അങ്ങനെ ഒരു അറിവ് താങ്കൾക്കുണ്ടോ? PSC പരീക്ഷയിൽ 0 കിട്ടിയിട്ട് 1ാം റാങ്കിൽ വന്ന ആരെങ്കിലും? യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് അരുണൻ അറിയില്ലേ? PSCയുടെ റാങ്ക് ലിസ്റ്റിൽ 1, 2 സ്ഥാനങ്ങളിൽ വന്ന ആളുകൾക്ക് പിന്നീട് നടത്തിയ പരീക്ഷയിൽ 0 കിട്ടിയതിനെ കുറിച്ച് അരുണൻ അറിയില്ലേ? ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? അല്ലല്ല, അറസ്റ്റിലാവുന്നത് അരുൺ അറിയാത്തതാണോ? അല്ല, ഞാൻ PSC എന്നാണ് ധരിച്ചത്. താങ്കൾക്ക് തുടരാം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, പരീക്ഷയിൽ 1 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 720 മാർക്ക് കിട്ടിയ ചരിത്രമുണ്ട്. അല്ല, ചരിത്രം അവിടെ നിൽക്കട്ടെന്ന് ശ്രീ VPP മുസ്തഫ പറയുന്നത്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ബിന്ദു പറയുന്നത് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകൾ BJP ആണോ ഭരിക്കുന്നത്? BJPക്കാണോ ഭൂരിപക്ഷം? ഇതേ ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് ഭൂരിപക്ഷമുള്ള സർവകലാശാലകളുടെ സെനറ്റിൽ നിന്ന് അവരുടെ പ്രതിനിധിയെ കൊടുക്കാനല്ലേ പറയുന്നത്, ഞങ്ങളുടെ പ്രതിനിധിയെ കൊടുക്കാനല്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിശ്ചയിച്ചൂടെ ആൾക്കാരെ? BJP ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് നിശ്ചയിച്ചൂടെ? അതല്ലല്ലോ പറഞ്ഞത്. ഗവർണർ ആവശ്യപ്പെടുന്നത് ഭരണഘടനാപരമായി സർവകലാശാലകളുടെ ചട്ടങ്ങൾക്കനുസൃതമായി സർവകലാശാലകൾ കൊടുക്കേണ്ട പ്രതിനിധിയെ കൊടുക്കണമെന്നാണ്, ഏതെങ്കിലും ഒരാളെ കൊടുക്കണമെന്നല്ല. ശ്രീ മുസ്തഫ മനസ്സിലാക്കേണ്ടതല്ലേ? ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടതല്ലേ? ഞങ്ങളുടെ ആരെങ്കിലും കൊടുക്കാനല്ലല്ലോ ആവശ്യപ്പെട്ടത്. സർവകലാശാലയുടെ പ്രതിനിധിയെ നിങ്ങൾ നിശ്ചയിക്കുന്ന ആളെ, നിങ്ങൾക്ക് കഴിവുള്ളയാളെന്ന് തോന്നുന്നയാളെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കഴിവുള്ള ആളുകളായി കാണുന്നത് ഞങ്ങളുടെ ആളുകളെയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറ്റം പറയാൻ കഴിയുമോ? നിങ്ങൾ കാണുന്നത് കാവ്യവൽക്കരിക്കാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും പ്രതിനിധികളെ സെനറ്റ് കൊടുക്കുമ്പോൾ അതെല്ലാം BJPക്കാരായി മാറും, അതെല്ലാം RSSകാരായി മാറും എന്നുള്ളതാണ് ഞങ്ങളാണെന്നാണോ? വളരെ പെട്ടെന്ന് മറുപടി. അല്ല കൃഷ്ണദാസ്, ഗവർണർ ഇന്നലെ ഇറക്കിയിട്ടുള്ള 6 ഉത്തരവുകളും വായിക്കൂ. ആ ഉത്തരവുകളിൽ എവിടെയും ഈ സെനറ്റ് പ്രതിനിധിയെ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ആ ഉത്തരവിൽ എവിടെയും കേരളത്തിലെ യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ കോട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അധികാരം അദ്ദേഹം കോട്ട് ചെയ്യുന്നത് UGC റെഗുലേഷനിലെ 2018 UGC റെഗുലേഷനിലെ സെക്ഷൻ 7.3, അതുപോലെ 2022 ഹൈക്കോടതി ഉത്തരവ്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അദ്ദേഹം ഇന്നലെ പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷനിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റി സെക്ഷൻ 10ഉം സെക്ഷൻ 11ഉം ഒക്കെയാണ് അത് പറയാതെ ഇറക്കിയ നോട്ടിഫിക്കേഷൻ എവിടെയാണ് ഞങ്ങൾ കൊടുക്കേണ്ടത്? അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ശ്രമിക്കുന്നത് എന്താ? ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടുകളെ അവഗണിച്ചുകൊണ്ട്, കേരളത്തിലെ സംവിധാനങ്ങളെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങേയറ്റം മോശമായ നിലയിലേക്ക്. നിലവിലെ ഹൈക്കോടതി വിധി എന്താ? താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. കാര്യങ്ങൾ അല്ല കൃഷ്ണദാസ്, ഞാൻ താങ്കളോട് പറയുന്നത് 2024 ജൂൺ 28 ഗവർണർക്ക് വേണ്ടിയിട്ട് ഡോക്ടർ ദേവേന്ദ്ര കുമാർ ധോത്തവാത്ത് IAS പുറപ്പെടുവിച്ച ആ നോട്ടിഫിക്കേഷൻ താങ്കളൊന്ന് വായിക്കൂ. അതിൽ അദ്ദേഹം പറയുന്നത് പ്ലീസ് ടു അപ്പോയിന്റ് a committee consisting of the following members in accordance with കൃഷ്ണദാസേ, താങ്കളോട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടുകളുടെ സെക്ഷൻ പറയണ്ടേ? കാരണം എന്താ? നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ UGC റെഗുലേഷൻ അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ സെനറ്റിന്റെ പ്രതിനിധിയെ ചോദിക്കേണ്ട കാര്യമില്ല. 2018 UGC റെഗുലേഷനിൽ എവിടെയും സെനറ്റിന്റെയോ സിൻഡിക്കേറ്റിന്റെയോ പ്രതിനിധിയെ ചോദിക്കുന്നില്ല. എന്ന് മാത്രമല്ല 2018 ഈ പറഞ്ഞ 7.3 ക്ലോസ് അനുസരിച്ചിട്ട് അത് ആംബിഗ്വിറ്റിയാണ്. ചാൻസലർ തന്നെ ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് പോലും അതിൽ പറയുന്നില്ല.
അതില് നേരത്തെ അരുൺകുമാർ അതിവിടെ കോട്ട് ചെയ്ത് വായിച്ചു. അതിൽ പറയുന്നത് എന്താ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരുടെ ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാകണം. എത്ര അംഗങ്ങൾ ഉണ്ടാകണമെന്ന് പോലും അതിൽ പറയുന്നില്ല. 3 ആള് എന്ന കമ്മിറ്റിയുടെ അംഗസംഖ്യ പറയുന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാറ്റ്യൂട്ടുകളിൽ VC നിയമനത്തെ കുറിച്ച് പറയുന്ന സെക്ഷനുകളിലാണ്. അതുപോലും ഉദ്ധരിക്കാതെയാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എന്തിനാ സെനറ്റിന്റെ പ്രതിനിധിയെ കാത്തിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ സിൻഡിക്കേറ്റിന്റെ പ്രതിനിധിയെ കാത്തിരിക്കുന്നത്? എന്ന് മാത്രമല്ല, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കുസാറ്റിന്റെ ഒക്കെ പിന്നെ സെർച്ച് കമ്മിറ്റിയിൽ സെനറ്റിന്റെയോ സിൻഡിക്കേറ്റിന്റെയോ മാത്രമല്ല സർക്കാരിന്റെ തന്നെ പ്രതിനിധിയെയും പറയുന്നുണ്ട് ആ സെക്ഷനിൽ. അതുകൂടി നിങ്ങൾ നോക്കൂ. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്റെ ഡ്യൂട്ടി ചെയ്തു എന്ന് പറയുന്നത് ശുദ്ധ ബോഷ്കാണ്. അദ്ദേഹം ബോധപൂർവം അതേ കാര്യമാണ്. ഈ ഗവർണർ പുറത്തിറക്കിയിരിക്കുന്നത് 2018 UGC റെഗുലേഷൻ പ്രകാരമാണോ അതല്ല നിലവിലിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിയമപ്രകാരമാണോ? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ലളിതമാണ് ചോദ്യം. അരുൺ, ബഹുമാനപ്പെട്ട ചാൻസലർ എന്നുള്ള നിലക്കുള്ള ഗവർണറുടെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് അദ്ദേഹം നിലവിലെ സുപ്രീം കോടതി വിധിയുടെയും കേരളത്തിലെ സർവകലാശാലകൾ എടുത്തിട്ടുള്ള ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ അത് ചട്ടം കോട്ട് ചെയ്യുകയോ കോട്ട് ചെയ്യാതിരിക്കുകയോ അദ്ദേഹത്തിന്റെ ഉത്തരവിറക്കുന്ന രീതിക്കനുസരിച്ചോ അദ്ദേഹം ഉത്തരവിറക്കുന്ന ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇവർക്കുണ്ടല്ലോ. എത്രയോ തവണ ചോദ്യം ചെയ്തു. സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര തവണ കോടതി കയറി കേരളത്തിൽ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലകൾ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഈ തരത്തിൽ ഇത്രയധികം വിവാദമുണ്ടാക്കി, തർക്കങ്ങളുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി കേരളത്തിലെ സർവകലാശാലകളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ആരാണ്? കേരളത്തിലെ സർവകലാശാലകളിൽ VC-മാർ വേണ്ട. Debate with Arun Kumar.